അപ്പുറത്ത് പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെൽസ് ഓഫ് വിമയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടെയ്നർ മറിഞ്ഞു. നാട്ടിലൊന്നും മീനില്ല. പക്ഷെ മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മീൻ കഴിക്കാതെ വരുമ്പോഴുണ്ടാവുന്ന ഇഷ്യൂസ്, വയറുവേദന, കാലുവേദന, കൈവേദന, തലവേദന, അങ്ങനെ ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേട്. കാരണം ഇത്രയും നാൾ മീൻ കഴിച്ചതല്ലേ, പെട്ടെന്ന് ഒരു ദിവസം മീനില്ല, ഇനി മുതൽ നാളെ മീൻ കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആകെ ഒരുമാതിരി ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്താ പിന്നെ എവിടെന്നെങ്കിലും കുറച്ച് മീൻ എടുത്ത് ഒന്ന് കറി വെച്ച് കഴിച്ചാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെ പോയി. ആയൂര് പോയി, അവിടെ മീനില്ല. കൊട്ടാരക്കരയിൽ പോയി, അവിടെ മീനില്ല. പക്ഷെ ചിക്കൻ കടകളിലാണെങ്കിൽ ഭയങ്കര തിരക്കും. എല്ലാവരും ചിക്കൻ കടകളിലോട്ട് പോവാ. മീൻ കടയിലാണെങ്കിൽ ആരും ഇല്ലെന്ന് തന്നെ പറയാം. മീനില്ല, അതുകൊണ്ടാണ് ആൾക്കാരില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേടിയായിപ്പോയി, കഴിക്കണോ, ഇനി എപ്പം കഴിക്കാൻ പറ്റുമോന്നും അറിയില്ല. അങ്ങനെ രീതിയിൽ ഒരു വളർത്തുമീനെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെ പിന്നെ ഞങ്ങളാണെങ്കിൽ പലയിടത്തും ഇങ്ങനെ വളർത്തുമീൻ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അനുച്ചാന്ന് ഞങ്ങൾ വിളിക്കും. പുള്ളിയാണെങ്കിൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നേരെ ചെങ്ങമനാട് പോവാ, അവിടെ മീനുണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ നാടാണ് ചെങ്ങമനാട്. പുള്ളിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓൾറെഡി നഴ്സറിയിൽ 2 സ്റ്റാഫ് ഉണ്ട്. അതിനകത്ത് ഒരു ചേച്ചിയാണെങ്കിൽ നഴ്സറി ഗാർഡനകത്ത് കസ്റ്റമേഴ്സ് വന്നപ്പോൾ അങ്ങോട്ട് പോയതാണ്. അവൾ അനുച്ചാൻ പറഞ്ഞു സമയം കളയണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ വല വിരിച്ചതാണ്. അങ്ങനെ ഇവിടെ ഈ ഇതിനകത്ത് ഇത് ടാങ്കിൽ തന്നെ അവർ വളർത്തുന്ന മീനുകളാണ്. ആസാം വാളയാണ് ഈ മീനിൻ്റെ പേര്. പെല്ലറ്റ് കൊടുത്ത് മാത്രം അവർ വളർത്തുന്ന ഒരു മീൻ, ഫുഡ് വേസ്റ്റ് കൊടുത്ത് വളർത്തുന്ന മീനല്ല. പിന്നെ ആഴ്ചയിൽ അവർ ഫിൽറ്റർ ചെയ്യും. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മീനാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് മീനാണെങ്കിൽ. നമ്മൾ പിന്നെ തൂക്കിയാണ് തരുന്നത്. നമുക്ക് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാം. കിലോയ്ക്ക് ഒരു 200 വാങ്ങിക്കുന്നത്. നമ്മൾ കിലോയ്ക്ക് 200 കൊടുത്തു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ലൊക്കേഷൻ അരോമ ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്തുള്ള നഴ്സറി ഗാർഡൻ. നിങ്ങൾക്കും ഇങ്ങനെ മീൻ കഴിക്കാത്തത് കൊണ്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മീൻ കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മീൻ മേടിക്കാം. പിന്നെ ലൈവായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം എങ്ങനെ ഇവർ മീൻ പിടിക്കുന്നതെന്ന്. സാധാരണ നമ്മളെപ്പോഴും കാണുന്നത് ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നതല്ലേ. ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പം തന്നെ ചിലപ്പം ഒരു ദിവസമൊക്കെ എടുക്കും. രാവിലെ ചൂണ്ടയിട്ട് വൈകിട്ട് കിട്ടിയാൽ കിട്ടി. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മൾ ചെല്ലുക, നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ അവർ തൂക്കി നമുക്ക് മീൻ നമ്മുടെ കയ്യിലേക്ക് ഇട്ട് നമുക്ക് പെട്ടെന്ന് പോകാം. സമയം ലാഭ്യത അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ഈ ടെക്നിക്ക് ഇവർ കൊള്ളാം, നല്ല രസമായിരുന്നു. അത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് വേണോ, പിന്നെ ഇതെങ്ങനെയൊക്കെയാണ് കറി വയ്ക്കുന്നത്. വറുക്കാനാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ്. നമുക്ക് 2 രീതിയിലും വെക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ മീനും വാങ്ങി പെട്ടെന്ന് വീട്ടിലോട്ട് പോയി. കാരണം വീട്ടുകാർ ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. 3 ആഴ്ചത്തോളമായി അവർ മീൻ കഴിച്ചിട്ട്. ഞങ്ങൾ വരുന്നതിന് മുമ്പേ മമ്മി പ്രിപ്പറേഷൻ എല്ലാം അവിടെ തുടങ്ങിയിരുന്നു. അങ്ങനെ മമ്മി ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തു. ഇത് നല്ല വലിയ പീസിലേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാനും പാടായിരുന്നു. അങ്ങനെ തന്നെ മീനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയും കഴിച്ചാന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കടൽ മീനിൻ്റെ ടേസ്റ്റ് അല്ല. ഇത് വളർത്തുമീനാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടും, ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നമ്മൾ വറുത്തരച്ചും വയ്ക്കാം, അല്ലാതെ മുളക് കറിയിട്ടും വയ്ക്കാം. 2 രീതിയിലും വയ്ക്കാം. പക്ഷേ ഇത് വറക്കുന്നതാണ് ഒരു അന്യായ ടേസ്റ്റാണ്, കുരുമുളകൊക്കെ ഇട്ട്. ഇതിൻ്റെ പരിഞ്ഞിൽ തന്നെ നല്ല വലിയ പരിഞ്ഞിലാണ്. ലെങ്ത് തന്നെ കണ്ടില്ലേ, നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. ഈ പരിഞ്ഞിൽ ആക്ച്വലി വറക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഞങ്ങൾക്കാണെങ്കിൽ ആദ്യം ഇവിടെ പരിഞ്ഞിലിൻ്റെ പോർഷന് വെച്ചടിയായിരുന്നു. എനിക്കൊന്ന് വേണം, നിനക്ക് 2 എടുക്ക്, 3 എടുക്ക്, ഇല്ല വസ്തു ഡിവൈഡ് ചെയ്യുന്നത് പോലെയായിരുന്നു. പക്ഷേ ലാസ്റ്റ് മമ്മി ഇതെല്ലാം കൂടി എടുത്ത് മീൻകറിക്കകത്ത് ഇത് ചൂടായപ്പം തന്നെ പരിഞ്ഞിലെല്ലാം സെപ്പറേറ്റ് ആയി കറിക്കകത്ത് തന്നെ ആയി. അപ്പം പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും സെയിം
ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടി. പക്ഷേ ഇത് വറുത്ത ഒരു 2 പീസ് എടുത്ത് ഞങ്ങൾ വറുത്തായിരുന്നു. വറുത്തപ്പോഴാണെങ്കിൽ ഒരു രക്ഷയില്ല. പക്ഷെ മിസ്സായിപ്പോയി, വറുത്താൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് അപ്പോഴും തന്നെ ഒന്ന് ചോറൊക്കെ കഴിച്ച് എൻ്റെ മുഖത്ത് ആ സന്തോഷം കണ്ടില്ലേ, കിട്ടാതിരുന്ന മീൻ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം, എന്തോ ജയിച്ചു എന്നുള്ളൊരു മൈൻഡ് കണ്ടില്ലേ മുഖത്ത്. കാരണം ഇത്രയും നാൾ മീൻ കിട്ടിയില്ലല്ലോ, എന്നിട്ട് പെട്ടെന്ന് മീൻ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ആ സന്തോഷം നിങ്ങൾക്ക് കാണാൻ മുഖത്ത്. നിങ്ങൾക്കാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോവുക, മീൻ കഴിക്കുകയല്ല, മീൻ വാങ്ങുക, വീട്ടിൽ വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ചീനി ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. എന്നാൽ പിന്നെ ശരി, ഓക്കെ, ബൈ.